വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വചനഭാഗം ദൈവകരുണയുടെ ഞാറിനെപ്പറ്റി ചിന്തിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഭയത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന കരുണ. ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് വാതിലുകൾ അടച്ചിരിക്കുകയായിരുന്നു. ഭയവും നിരാശയും കുറ്റബോധവും അവരെ തളർത്തിയിരുന്നു. എന്നാൽ പൂട്ടിയ വാതിലുകളെ ഭേദിച്ച് യേശു അവരുടെ മധ്യേ വന്നു നിന്നു. നമ്മുടെ പാപങ്ങളോ പരാജയങ്ങളോ ദൈവത്തിന് നമ്മിലേക്ക് കടന്നു വരാൻ തടസ്സമല്ല. നാം ഭയപ്പെട്ട് ഹൃദയവാതിലുകൾ അടച്ചിരിക്കുമ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശവുമായി കടന്നു വരുന്നവനാണ് കരുണാമയനായ ദൈവം. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് നൽകിയ ദർശനങ്ങളിൽ യേശു ഊന്നി പറഞ്ഞത് തൻ്റെ കരുണയുടെ കടലിൽ പാപികളെ കഴുകി വിശുദ്ധീകരിക്കാനാണ്. കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഈ കരുണ ഇന്നും നമുക്ക് ലഭ്യമാണ്. ദൈവകരുണ എന്നത് കേവലം ഒരു പദപ്രയോഗമല്ല, മറിച്ച് പരിക്കേറ്റ മനുഷ്യകുലത്തെ തേടി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. തോമാസ് ശ്ലീഹായെപ്പോലെ നമുക്കും അവിടുത്തെ മുറിവുകളിൽ അഭയം തേടാം. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ പാപങ്ങളെ അവിടുത്തെ കരുണയുടെ ആഴങ്ങളിലേക്ക് സമർപ്പിക്കാം.